ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ കാണിക്കുന്നത് മിക്സ്ഡ് വെജിറ്റബിൾ ചിക്കൻ സ്പ്രിംഗ് റോളാണ്. അപ്പോൾ ആദ്യം ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഒന്ന് ഉപ്പും കുരുമുളക് പൊടി ഇട്ട് വേവിച്ചെടുത്തതൊന്ന് ഷ്രെഡ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തത് 1 കപ്പോളം എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ക്യാപ്സിക്കം കട്ട് ചെയ്തത് 1 കപ്പ് വേണം. പിന്നെ ഇതിലേക്ക് മല്ലിയില ആവശ്യമുണ്ട്. പിന്നെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇനി ക്യാരറ്റ്, ഇനി 1 കപ്പോളം ക്യാബേജ്, പിന്നെ 1/2 കപ്പ് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. വേറെ ഉപ്പൊന്നും ഇപ്പോൾ ചേർത്തിട്ടില്ല. ഈ ചിക്കൻ സ്റ്റോക്കിൽ തന്നെ ഉപ്പ് ഉണ്ടാവുന്നതാണ്. പിന്നെ അതേപോലെ ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുരുമുളക് പൊടി 2 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. ഇനി മല്ലിയില 1/2 കപ്പോളം ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഇഷ്ടമുണ്ടോ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ സോയാ സോസ് ഉള്ളവർ അതും ചേർത്ത് കൊടുക്കണം. ഇനി ഉപ്പൊക്കെ നോക്കിയിട്ട് അതൊക്കെ ഒന്ന് പാകാക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഇതൊന്ന് ഒട്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് മൈദയിൽ കുറച്ച് വെള്ളം മിക്സ് ആക്കിയിട്ടൊന്ന് എടുത്തിട്ടുണ്ട്. ഇനി സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റ് ഒന്ന് വെച്ചിട്ട് ഇതിലോട്ട് ഈ ഫില്ലിങ്സ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ സ്പ്രിംഗ് റോളിൻ്റെ ഈ ഷീറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി അതിന് മുമ്പ് ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കടയിൽ നിന്നൊക്കെ ഈ പാസ്ട്രി ഷീറ്റ് കിട്ടുക ഒരു സ്ക്വയർ ഷേപ്പിലായിരിക്കും. അപ്പോൾ അതും ഇങ്ങനെ റൗണ്ട് ഷേപ്പിലായി എന്ന് കരുതിയിട്ട് ഇത് നമുക്ക് കവർ ചെയ്യാനൊന്നും പ്രശ്നം വരുന്നില്ല. ഇതുപോലെ 2 സൈഡിൽ നടുവിൽ ഫില്ല് ചെയ്തതിന് ശേഷം 2 സൈഡിലൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഇവിടെ ഒന്ന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് മൈദ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇങ്ങനെ റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ഈസി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണിത്. നമുക്ക് ഇഫ്താറിനൊക്കെ പറ്റിയിട്ടുള്ള നമ്മൾ സമൂസയുടെ ഒക്കെ പോലെ അതിന് വേറൊരു ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.